സ്നേഹമുള്ള ശംഷാബാദ് രൂപതയിലെ എൻ്റെ പ്രിയപ്പെട്ട വൈദിക വിദ്യാർത്ഥികളെ, മക്കളെ, ഈ വർഷം എനിക്ക് വലിയ സന്തോഷം തോന്നി. സാന്തോം ജിംഗിൾസ് എന്ന പേരിലെ നമ്മുടെ സെമിനാരിക്കാരെല്ലാവരും ക്രിസ്മസിൻ്റെ 25 ദിവസങ്ങളിലെ ചിന്തോദ്യോഗ്യമായിട്ടുള്ള ക്രിസ്മസ് സന്ദേശങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. ഞാൻ എല്ലാ ദിവസവും അത് കേൾക്കുമായിരുന്നു. ഓരോ ദിവസവും ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾ ക്രിസ്മസിൻ്റെ സന്ദേശങ്ങൾ പങ്കിട്ടു. നിങ്ങളുടെ തന്നെ ഒരു ഇനീഷ്യേറ്റീവാണ്. നിങ്ങൾ തന്നെയാണ് അതിൻ്റെ പിറകിൽ കഠിനാധ്വാനം ചെയ്തത്. എനിക്കൊരുപാട് സന്തോഷം തോന്നി. എൻ്റെ അപ്രീസിയേഷനും എൻ്റെ ആനന്ദവും ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മൈ ഡിയർ ബ്രദേഴ്സ്, ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. ക്രിസ്മസിന് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സന്ദേശമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിലെ 6 തുടങ്ങി 12 വരെയുള്ള വചനങ്ങളാണ് ക്രിസ്മസിൻ്റെ വിവരണം ലൂക്ക നൽകുന്നത്. സത്രത്തിൽ ഇടം കിട്ടായകയാൽ യൗസേപ്പും മറിയവും ആട്ടിടയന്മാരെ പാർത്തിരുന്ന ഗോശാലയിലെ സ്ഥലം കണ്ടെത്തി അവിടെ മറിയം ഈശോയെ പ്രസവിച്ചു. ക്രിസ്മസിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള സന്ദേശം ഇടം കൊടുക്കാനുള്ള നമ്മുടെ സന്മനസ്സാണ്. എല്ലാവർക്കും ഇടം കൊടുക്കുന്നവരായിട്ട് നമ്മൾ മാറണം. ഒരു വൈദികൻ ആരായിരിക്കണമെന്ന് ഞാൻ വൈദികനാകുമ്പോൾ ചിന്തിച്ചൊരു വാക്കുണ്ട്, ടു ബി ബ്രോക്കൺ ആൻഡ് ടു ബി ഗിവൺ. അപ്പമെടുത്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ടാണ് ഈശോ കുർബാന സ്ഥാപിച്ചത്. ഈ മുറിക്കപ്പെടലാണ് ഇടം കൊടുക്കലേ. ഞാൻ ഈ ക്രിസ്മസിന് നിങ്ങളോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഇടം കൊടുക്കുന്ന വൈദികരാകണം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വൈദികരെ, ആരെയും പുറത്തു നിർത്താത്ത വൈദികരെ, എല്ലാവരും ചേർത്ത് പിടിക്കുന്നവരെ. 100 ആടുകളുണ്ടായിട്ട് 99 വിട്ടിട്ട് കാണാതെ പോയെന്ന് അന്വേഷിച്ചു പോയ കർത്താവിൻ്റെ കഥ എത്ര മനോഹരമായിട്ടുള്ളൊരു കഥയാണ് മക്കളെ. ആ കഥ ആ ഇടം വിട്ടുപോയവനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ ഇടയൻ കാണിച്ച ഔദാര്യം. നല്ല ധൂർത്തപുത്രൻ്റെ കഥയിൽ ഒരു നല്ല അപ്പനുണ്ട്, കഥ കടയ്ക്കാതെ കാത്തിരുന്നൊരപ്പൻ. ഇതൊക്കെ ക്രിസ്മസിൻ്റെ പുതിയ വ്യാഖ്യാനങ്ങളും ക്രിസ്മസിൻ്റെ പ്രതീകങ്ങളുമാണ്. ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ക്രിസ്മസ് ആകാൻ നമുക്ക് ഹൃദയം തുറക്കാം, സമയം കൊടുക്കാം, ജീവിതം മുറിച്ച് പങ്കിടാം. വിഷ് യു മെറി ക്രിസ്മസ്, ബ്ലെസ്സഡ് ന്യൂ ഇയർ. നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ രൂപതയിലെ ഒരു കുടുംബമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മക്കളെ, സ്നേഹമുള്ള നിങ്ങളുടെ സ്വന്തം തട്ടിൽ പിതാവ്.